നമ്മുടെ അനുമോളെക്കുറിച്ചിട്ടുള്ള കുറ്റങ്ങൾ വാതോരാതെ റെന ഫാത്തിമയോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദിലയും നൂറയും. ഒരുപാട് കാര്യങ്ങൾ റെന ഫാത്തിമയുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് അനീഷേൻ്റെ കാര്യമായിക്കോട്ടെ, അതേപോലെ നമ്മുടെ ശൈത്യ വന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ അനു മറുപടി പറയുന്നില്ല എന്നുള്ള കാര്യമായിക്കോട്ടെ, അവർക്ക് മനസ്സിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും അനുവിനെ നെഗറ്റീവാക്കി വൻ നെഗറ്റീവാക്കി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത്രയും മോശപ്പെട്ട രണ്ട് സ്ത്രീകളെ ഇതുവരെയും ബിഗ് ബോസിൻ്റെ ചരിത്രത്തെ കണ്ടിട്ടില്ല. ഇരിക്കുന്ന ഇടയിൽ കാല് മറൂന്തിന് പോലും നാണക്കേട് വരുത്തുന്ന രീതിയിലാട്ടോ അവർ ബിഹേവ് ചെയ്യുന്നത്. അനീഷേൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇവൾ പ്രോപ്പറായിട്ടൊരു മറുപടി കൊടുത്തില്ല. അനുമോൾ ഓൾറെഡി പറഞ്ഞു എനിക്ക് പെട്ടെന്ന് അങ്ങനെ മുഖത്ത് നോക്കി ആ ചേട്ടൻ്റെ അടുത്ത് പറയാൻ പറ്റത്തില്ല, കാരണം ആ ചേട്ടൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കുന്ന ഒരാളല്ലേ. പിന്നെ ഞാനിപ്പോൾ പെട്ടെന്ന് കയറി നോ പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ കളിയെ അഫക്റ്റ് ചെയ്യുമോ? കാരണം അനീഷേൻ്റെ PR പുറത്തുണ്ടെന്ന് അനുമോൾക്ക് അറിയാം. ഇതൊക്കെ ഒരു സ്വാഭാവികമായിട്ടും ഒരു മത്സരാർത്ഥികളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യമല്ലേ. ഈ അനുമോളെ അവർ ഫ്രണ്ട്ഷിപ്പായിട്ട് കൂട്ടിയിരിക്കുന്നത് തന്നെ അവളുടെ PRന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവളുടെ സപ്പോർട്ടും കണ്ടെന്ന് അല്ലെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരു ചിന്തയും ആകുലതയും ഒക്കെയാണ് അനുമോൾ ഈ ആദിലയുടെ നൂറയുടെ അടുത്ത് ഷെയർ ചെയ്തത്. ഒന്നും തൊടാതെ വെള്ളം തൊടാതെ എല്ലാം ഇരട്ടിയാക്കി അവിടെ വന്ന സകലമാന ആൾക്കാരോട് ഇവർ പറഞ്ഞു കൊടുത്തു. അതും പ്രത്യേകിച്ച് ആ ശൈത്യയുടെ വാക്ക് കേട്ടോണ്ട്. പിന്നെ ശൈത്യയ്ക്ക് മറുപടി കൊടുത്തില്ല അനുമോൾക്ക് എന്തുകൊണ്ട് അവൾക്ക് മറുപടി കൊടുത്തുകൂടാ കട്ടപ്പ എന്ന് വിളിച്ചതുകൊണ്ട്. മനസ്സിലാക്കൂ, ഈ കട്ടപ്പ എന്ന് വിളിച്ചത് അനുമോളല്ല, പുറത്തുള്ള ജനങ്ങളാണ്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ റെന ഫാത്തിമ അവരുടെ അടുത്തൊരു കാര്യം, ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എല്ലാം കഴിയുമ്പോൾ അനുമോളടുത്ത് വഴക്കിടുമ്പോൾ അനുമോളെക്കുറിച്ച് വാതോരാതെ കിടന്ന് ഇവർ പ്രസംഗിക്കുമല്ലോ, കുത്തി എത്രത്തോളം അവർക്കത് നെഗറ്റീവാണെന്നുള്ളത് റെന ഫാത്തിമ അത് മനസ്സിലാക്കി കൊടുക്കാൻ ആദിലയുടെ അടുത്ത് ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതൊന്നുമല്ല, അനുമോൾക്ക് ഒരു വലിയ കൂട്ടം ആൾക്കാർ പുറത്ത് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂജ് ഗ്രൂപ്പ് ഓഫ് ഫാൻസ്. നിങ്ങൾ വിചാരിക്കുന്ന ഒന്നുമല്ല അനുമോൾക്ക് പോലും അറിയത്തില്ല അനുമോളുടെ ഫാൻ ബേസ് എത്രയാണെന്നുള്ളത് എന്നുള്ള രീതിയിൽ ആദിലയുടെ അടുത്ത് നൂറയുടെ അടുത്ത് റെന ഫാത്തിമ പല ഹിൻറ്റുകൾ കൊടുത്തിട്ട് ഓപ്പണായിട്ട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുമ്പം ശരിക്കും ആദിൽ അവിടെ കരഞ്ഞ പോലെയായി. ആണോ, ഇതൊന്നും അല്ലല്ലോ ശൈത്യ വന്ന് പറഞ്ഞത്, ഇതൊന്നും അല്ലല്ലോ പുറത്തുനിന്ന് വന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇത്രയൊക്കെ ഫാൻ ഉണ്ടായിരുന്നു അവൾക്ക്, കഷ്ടമായിപ്പോയല്ലോ എന്നുള്ള രീതിയിൽ നിന്ന് ഉരുകുന്നുണ്ട് നമ്മുടെ ആദില. അപ്പം ആദിലയുടെ കട്ടയും പാടവും ഈ ആഴ്ച മടക്കും. നൂറേടത് എനിക്കറിയത്തില്ല, ക്യൂട്ട്നെസ് വാരി വെതറി എല്ലാവരും വീഴ്ത്തുമെന്ന് അറിയത്തില്ല. അപ്പാനി അങ്ങോട്ട് വരുമ്പം അപ്പാനി ഓടിച്ച് വിടുവാണ്, നിങ്ങളുടെ അനുമോളുടെ അടുത്ത് പോകൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അനുമോൾ ഇത്രയും നാൾ ഇവരുടെ ആരും അല്ലായിരുന്നോ? എന്തൊക്കെയായിരുന്നു, ഹേർട്ട് വരെ കൈമാറിയ ആൾക്കാരാണ്. ഇത്രയും കള്ളികൾ ഈ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ ഇത്രയും രണ്ട് കള്ളികളെ ജീവിതത്തിൽ കാണാൻ കിട്ടത്തില്ല. അത്രമേൽ കള്ളികളാണ് രണ്ടെണ്ണം. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കഴിയുമ്പോൾ ഇനി ഇവളുമാർ പ്ലേറ്റ് മാറ്റാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നോക്കാം എന്താണ് വരുന്നതെന്നുള്ളത്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ കെട്ട രണ്ടെണ്ണങ്ങളെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റും കൂടെ ചെയ്തേക്കണേ.